വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഓട്ടോകാഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് ഫൈൻഡ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കതിൽ ഫൂട്ടിങ്സ് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കത് F1 എവിടെയാണ്, എത്ര എണ്ണം ഉണ്ട്, F2 എവിടെയാണ്, എത്ര എണ്ണം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഐറ്റം സെലക്ട് ചെയ്ത ശേഷം ഫൈൻഡ് കൊടുക്കുക. ഫൈൻഡ് കൊടുത്ത ശേഷം ഞാനിപ്പോൾ ഫൂട്ടിങ് 1 ആണ് കാണേണ്ടത് വെച്ചാൽ F1 കൊടുത്തിട്ട് ഫൈൻഡ് കൊടുക്കുക. ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര F1 ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. എത്ര നമ്പേഴ്സ് ഓഫ് F1 അവൈലബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. F1 എത്ര എണ്ണം അവൈലബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. F1 അറിയണത് എത്ര നമ്പേഴ്സ് ഉണ്ട്, 4 മാച്ച് ഫൈൻഡ് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. 4 എന്താ പറയുക F1 ഉണ്ട് അവിടെ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് നമുക്ക് F1ൻ്റെ നമ്പേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരുപാട് F1 മാത്രമല്ല, F2 ഉണ്ട്, F3 ഉണ്ട്, F4 ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സോ ദാറ്റ് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വേണ്ടിയിട്ട് അതിൻ്റെ കളർ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് പെട്ടെന്ന് അത് കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതേപോലെ എല്ലാത്തിനും കളർ മാറ്റി വേണ്ട, F1ന് ഒരു കളർ, F2ന് ഒരു കളർ, അങ്ങനെ F3 അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരം തന്നെ നോക്കുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ F2 ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനിപ്പോൾ F2ൻ്റെ ഫൈൻഡ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് F2 എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അത് 4 മാച്ചസ് 4 ഉണ്ട്, 4 ഉണ്ടെന്ന് കണ്ടെത്തി. സോ ദാറ്റ് ഇത്രയേ ഉള്ളൂ ഫൈൻഡ് എന്ന ടൂൾ ബാർ. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഫൂട്ടിങ്ങോ അല്ലെങ്കിൽ കോളംസോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇനി ഞാനതിലൊന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസിൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ കളേഴ്സ് മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ മാച്ചില്ലേ, നമുക്ക് ആ ഒരു മാച്ച് ടൂൾ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് F3 എത്ര ഉണ്ട് ആ ഒരു ഇതിലേക്ക് നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ ബ്ലൂ കളറാക്കിയിട്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മാച്ച് പ്രോപ്പർട്ടിയിലൂടെ ഞാൻ അവിടെ F3 എത്ര ഉണ്ട് അതിനൊക്കെ ഞാൻ ബ്ലൂ കളർ കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് സോ ദാറ്റ് മാച്ച് പ്രോപ്പർട്ടി എടുത്തു, മാച്ച് എടുത്തു. നമുക്ക് മുകളിലായിട്ട് പ്രോപ്പർട്ടീസിൽ പോയാൽ തന്നെ കിട്ടും കേട്ടോ. ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എടുക്കുക ചെയ്തത്. ഞാനത് ഒരു പാനലിൻ്റെ പോലത്തെ ചിഹ്നം വന്നു, അത് കിട്ടിയിട്ട് ശേഷം ഞാൻ F3 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ആ ഒരു ഭാഗമൊക്കെ എന്തുപോലെ ഈ സെയിം പ്രോപ്പർട്ടി ആയിട്ടോ ബ്ലൂ കളറായി. സോ ദാറ്റ് ഇതേപോലെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഫൈൻഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് കണ്ടെത്താം, ഇങ്ങനെയും മാച്ച് ദ